നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുതുക്കാട് ഗ്യാസ് സിലിണ്ടർ ചോർന്ന് പൊള്ളലേറ്റ വയോധികൻ മരിച്ചു. വട്ടനാത്ര കൈനാത്തൂടൻ അശോകൻ 62 വയസ്സാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30-നാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടശ്ശേരിയിൽ കപ്പേളയുടെ ചില്ല് തകർത്തു. രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരുന്ന രൂപം മറിഞ്ഞ നിലയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച പരിശോധിക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വട്ടനാത്ര കൈനാത്തൂടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മെയ് 30-ന് കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ബിന്ദു ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ അശോകൻ അടുക്കളയിലെ സിലിണ്ടർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30-നാണ് അപകടം നടന്നത്. മണപ്പുറം ഫിനാൻസിന്റെ വലപ്പാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ്. കോടശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കപ്പേളയുടെ ചില്ല് തകർത്തു. രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരുന്ന രൂപം മറിഞ്ഞ നിലയിലാണ്. പുളിങ്കര സെന്റ് മേരീസ് പള്ളിയുടെ കീഴിലുള്ള സെന്റ് സെബാസ്റ്റ്യൻസ് കപ്പേളയിലാണ് ആക്രമണം നടന്നത്. രാവിലെ വിശ്വാസികൾ എത്തിയപ്പോഴാണ് ആക്രമണ വിവരം അറിയുന്നത്. റോഡിനോട് ചേർന്നാണ് കപ്പേള. കരിങ്കല്ലെറിഞ്ഞാണ് ചില്ല് തകർത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മാള ചക്കൻകാട് നമ്പൂരിമഠം ഇസ്മയിലിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. 15 അടിയോളം താഴ്ചയുള്ള കിണറിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞു താഴ്ന്നത്. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആളൂരിൽ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിഡ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി EMS സ്മൃതി 13-ഉം 14-ഉം നടന്ന EMS സ്മൃതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ലോകത്തിലെ 4ാമത്തെ വൻ ശക്തിയായി ഇന്ത്യ മോഡിയുടെ ഭരണകാലഘട്ടത്തിൽ വളർന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോ 83 കോടി മനുഷ്യന് സൗജന്യ നിരക്കിൽ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന രാജ്യമായി ഇന്ത്യ മാറി. 155-ാമത്തെ 165 പട്ടിണി രാജ്യങ്ങളുള്ളതിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷനായി. സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, ഷീല അലക്സ്, ലതാ ചന്ദ്രൻ, TK സന്തോഷ്, KV ഉണ്ണികൃഷ്ണൻ, KR ജോജോ, IN ബാബു എന്നിവർ സംസാരിച്ചു. കോണത്തുകുന്ന് പൈങ്ങോട് ബാലവേദി ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പരീക്ഷയിൽ 3-ാം റാങ്ക് നേടിയ വൈശാഖ് മേനോനെയും 4-ാം റാങ്ക് നേടിയ വൈഷ്ണവ് മേനോനെയും SSLC +2 പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. VR സുനിൽകുമാർ MLA അവാർഡ് ദാനം നിർവഹിച്ചു. അനുഷ ബിനോയ് അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ AS സുരേഷ് ബാബു, ആലിസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB ബിനോയ്, ബാലവേദി യൂണിറ്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി, VS സനിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ഗ്യാസ് സിലിണ്ടർ ചോർന്ന് പൊള്ളലേറ്റ വയോധികൻ മരിച്ചു. വട്ടനാത്ര കൈനാത്തൂടൻ അശോകൻ 62 വയസ്സാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30-നാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടശ്ശേരിയിൽ കപ്പേളയുടെ ചില്ല് തകർത്തു. രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരുന്ന രൂപം മറിഞ്ഞ നിലയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.